കപ്പ തിളച്ചു. ഇനി അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ടിടണം. ഉപ്പിട്ടിട്ട് 2-3 തിളയ്ക്കുമ്പോഴത്തേക്ക് ഊറ്റണം. അപ്പോഴത്തേക്ക് കപ്പ പിടിഞ്ഞത് റെഡി. 6 പച്ചമുളക് എടുത്തിടുക. അതിൻ്റെ അകത്തോട്ട് ഉള്ളി പൊളിച്ചിടുക. ഉള്ളിയുടെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇടണം. രണ്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. പുളി വേണ്ടിയവർക്ക് പുളി ചേർക്കാം, തൈര് വേണ്ടിയവർക്ക് തൈര് ഒഴിക്കാം. കാന്താരി, ചുമന്നുള്ളി, ഉപ്പ്, അത്യാവശ്യമുള്ളവർക്ക് പുളി വേണ്ടാത്തവർക്ക് തൈര് ഒഴിക്കാം. മിക്സിക്കകത്തോട്ട് ഒരടി അടിക്കുക. കാന്താരി 3-4 ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുക്കുന്നു. ഇപ്പം കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി തന്നെയാണ് ഏറ്റവും നല്ലത്. കാന്താരി, ഉള്ളി, ഉപ്പ്, ഓക്കെ എടുക്കട്ടെ. ബായ്. ഉണ്ടോ? ഇതിപ്പോൾ നല്ല വരുവായി. ഇതിൻ്റെ അകത്ത് തൈര് ഒഴിക്കുമ്പോൾ നല്ലത് രസമായിരിക്കും. പുളി ഇട്ടാൽ പുളി വേണ്ടിയവർക്ക് പുളിയും തൈര് വേണ്ടിയവർക്ക് തൈര് രണ്ടായിട്ട് എടുക്കുക. അരച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് തൈര് ചേർക്കണം. തൈര് ചേർത്തത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തൈര് ചമ്മന്തിയും കപ്പയും റെഡി. ഇപ്പോൾ മതിയൊന്ന് നോക്കണം. ശേഷം കുറവ് ഉപ്പ് ഇട്ടപ്പോൾ റെഡി. ഇച്ചിരൂടെ വേണം. ഞങ്ങൾക്ക് പെട്ടെന്ന് വേവുമെന്ന് വെച്ചാൽ അതിലും കൂടെ വരട്ടെ. ഒരു തലയോടെ തിളയ്ക്കും. ഈ ഒരു പതുക്കെ വെന്തോളൂ. ഒക്കെ വേകട്ടെ. കോക്കനട്ട് ഓയിലും കൂടെ അങ്ങോട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. അത് ഇച്ചിരി അങ്ങോട്ട് ഒഴിക്കുമ്പോൾ എരി ഇച്ചിരി കുറയും, ടേസ്റ്റാകും. മതിയാവുമല്ലോ. ഓരോരുടെ ടേസ്റ്റ് അനുസരിച്ച് ഒഴിക്കുക. വെളിച്ചെണ്ണ കൂടുതൽ വേണേൽ കൂടുതൽ, കുറച്ച് വേണേൽ കുറച്ച്. വരുവായി. കപ്പ നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഇനി ഊറ്റി മാറ്റി വെക്കാം. കപ്പ നല്ല വൃത്തിക്ക് വെന്തിട്ടുണ്ടെങ്കിൽ മതി. ഇച്ചിരി ഒന്ന് തോർന്നു കഴിഞ്ഞാൽ അതിന് ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ. കാന്താരി ചമ്മന്തി ഇങ്ങനെ നോക്കിയിരിക്കുക കപ്പ തിന്നാനായിട്ട്. എന്നാൽ കപ്പ കഴിക്കാൻ എന്ത് കപ്പ നന്നായിട്ട് ഉണ്ട്. ഉപ്പുമാണ്. തൈര് ചമ്മന്തി ഉണ്ട്, അല്ലാത്ത ചമ്മന്തി ഉണ്ട്. ഇത് വേണമെങ്കിലും എടുത്ത് വെച്ച് കഴിക്കാം. നല്ല കപ്പ കാണുമ്പോൾ എല്ലാവരുടെയും വായിൽ കൂടെ വെള്ളം വരും. ഇത്
ഈ സംഭവത്തിൻ്റെ കൂടെ ഇച്ചിരി കടുമാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കുശാലായിരിക്കും. നല്ല പുഴുങ്ങിയ കപ്പയും കാന്താരി ചമ്മന്തിയും കുറച്ച് കടുമാങ്ങ അച്ചാറും തൈര് ചമ്മന്തിയും റെഡി.